ഇന്ത്യയുടെ അഭിമാനമായ ISRO മറ്റൊരു ചരിത്ര ദൗത്യത്തിന് നിർണായകമായ വിക്ഷേപണത്തിന് തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ കാണാൻ പോകുന്നത് CMS-3 എന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിലേക്കാണ് കടക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ ഇതാ CMS-3 അല്ലെങ്കിൽ GSAT-7R എന്ന ഉപഗ്രഹവുമായി വിക്ഷേപണ വാഹനം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ വിക്ഷേപണത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം 2019 ഇന്ത്യൻ നാവികസേനയുമായി ഒപ്പിട്ട കരാറാണ് ISROയ്ക്ക് ഈ ദൗത്യം. അതുകൊണ്ട് തന്നെ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള വിക്ഷേപണം, നാവികസേനയ്ക്ക് വേണ്ടിയുള്ള ഉപഗ്രഹം എന്ന് തന്നെ പറയാം. മുമ്പ് നമ്മുടെ GSAT രോഹിണി എന്ന പേരിലുള്ള ഒരു ഉപഗ്രഹമാണ് ഇപ്പോൾ നമുക്ക് സൈനിക സേവനങ്ങളിൽ, പ്രത്യേകിച്ച് നാവികസേനയ്ക്ക് അതിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കേഷനിലൊക്കെ സഹായിക്കുന്ന ഉപഗ്രഹം. ആ ഉപഗ്രഹം ഏതാണ്ട് അതിന്റെ കാലാവധി പൂർത്തിയാക്കാൻ പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് GSAT-7R എന്ന അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹം ഇപ്പോൾ ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. വിക്ഷേപണ തറയിൽ സജ്ജമാണ്. കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൗണ്ട് ഡൗണിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വർഷം ISROയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു വർഷമായിരുന്നില്ല. കഴിഞ്ഞ രണ്ട് ദൗത്യങ്ങൾ പരാജയപ്പെടുകയുണ്ടായി. NVS-02 ഒപ്പം PSLV C-61 രണ്ട് വിക്ഷേപണങ്ങൾ പരാജയപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് ISROയ്ക്ക് അഭിമാന പ്രശ്നമാണ്. ഈ വിക്ഷേപണം അത് വിജയകരമാക്കുക എന്നത്. ഈ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്, എന്തുകൊണ്ട് ഇത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നത്, ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിത്. 4400 കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹം, അല്ലെങ്കിൽ 4000 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഒരു ഉപഗ്രഹം ഇന്ത്യ ഒറ്റയ്ക്ക്, ISRO ഒറ്റയ്ക്ക് മറ്റൊരു സാങ്കേതിക സഹായവുമില്ലാതെ, മറ്റ് ഏജൻസികളുടെ സഹായമില്ലാതെ ആദ്യമായി വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗ്യപരീക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു ചാൻസിന് പോലും ഇടയില്ലാത്തവണ്ണം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3, നമ്മുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 3യെ ഭ്രമണപഥത്തിലെത്തിച്ച ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ് ഈ ദൗത്യവുമായി, ഈ ഉപഗ്രഹവും വഹിച്ചുകൊണ്ട് പോകുക. നമുക്ക് ഗാലറിയിൽ കുട്ടികളടക്കം ഈ വിക്ഷേപണം കാണാൻ എത്തിയിരിക്കുന്നത് കാണാം. ആ കൗണ്ട് ഡൗണിലേക്ക് -35 seconds, -30 seconds, real time programs activated, -25 seconds, -20 seconds, -15 seconds, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. S200 motors ignited. Plus 5 seconds. S200 बूस्टर्स का सफलतापूर्ण प्रज्वलन और LVM-3M5 का उत्थापन द्वितीय प्रमोचन मंच से. We have a magnificent liftoff, the LVM-3M5 CMS-03 mission in the air. The simultaneous thrusting of the twin S200 motors is indeed a sight to behold. Plus 30 seconds. GSLV Mark 3 LVM-3 के नाम से जाना जाता है. यह हर बार एक कहानी लिखता है. पिछली बार हमने इसे चंद्रयान 3 पर देखा था और अब हम देख रहे हैं ആദ്യഘട്ടത്തിൽ CMS-03 മിഷൻ. കമന്ററിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതായാലും വലിയ ദൗത്യമാണ്. 4400 കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹം. ആദ്യമായാണ് 4000 കിലോയ്ക്ക് മുകളിലൊരു ഉപഗ്രഹവുമായി ഇന്ത്യയിൽ നിന്ന് ഉദിച്ചു വരുന്ന, അല്ലെങ്കിൽ ISRO മാത്രമായി ഒറ്റയ്ക്ക് ഇത്രയും ഭാരമേറിയ ഒരു ഉപഗ്രഹവുമായി പോകുന്ന. മുൻപ് പല ഘട്ടങ്ങളിലും വിദേശ ഏജൻസികൾ, SpaceXനെ അടക്കം മുമ്പ് നമ്മൾ ആശ്രയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ ഏജൻസികളെ ആശ്രയിച്ചിട്ടുണ്ട് ഭാരമേറിയ ഈ ഉപഗ്രഹങ്ങൾ, പേലോഡുകൾ പോകുമ്പോൾ ഒക്കെ. പക്ഷേ ഈ ഘട്ടത്തിൽ ഇന്ത്യ ഒറ്റയ്ക്ക്, ISRO ഒറ്റയ്ക്ക് ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുന്നു. അതും നമ്മുടെ ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റ് LVM-3. മുമ്പ് ബഹിരാകാശത്തേക്ക് ചന്ദ്രയാൻ 3 ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ ഇന്ത്യ സഹായിച്ച LVM-3 ആണ് ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഈ സൈനിക മേഖലയുമായി ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ച് നാവികസേനയുമായി ബന്ധപ്പെട്ട്. ഇന്ത്യയുടെ സമുദ്ര പരിധിയിലുള്ള നിരീക്ഷണവും അവിടുത്തെ സുരക്ഷയും കൂടുതൽ ശക്തമാക്കാൻ, അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഉപഗ്രഹമാണ് ഈ വിക്ഷേപിച്ചിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന GSAT-7 പകരമാവുകയാണ് ഈ GSAT-7R ദൗത്യം കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ ബഹിരാകാശത്തെത്തി പ്രവർത്തനക്ഷമമാവുന്നതോടുകൂടി മുമ്പത്തെ രുക്മിണി എന്ന GSAT-7 അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഇനി GSAT-7R ആയിരിക്കും ഇപ്പോൾ വിക്ഷേപിച്ച ഈ ഉപഗ്രഹം. അത് വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചു കഴിയുമ്പോൾ രുക്മിണിക്ക് പകരമാവുക ഈ അത്യാധുനിക ഉപഗ്രഹമാണ്. കാരണം
പലതരത്തിലുള്ള വേവുകളെ ഒരേപോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ഏറ്റവും കാര്യക്ഷമമായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഈ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ISRO ഇതിന്റെ ചിത്രങ്ങളൊന്നും തന്നെ ഈ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ഇതിന്റെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടോ ഇതിലുപയോഗിച്ചിരിക്കുന്ന സംവിധാനങ്ങളെ പറ്റിയോ ഇതുവരെയും കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല. മുൻപ് ഉള്ള വിക്ഷേപണങ്ങളിൽ ഇങ്ങനെയല്ലായിരുന്നു. ഒരുപക്ഷെ വിദേശ ഏജൻസികൾ, നാസയായാലും ചൈനയുടെയൊക്കെ ഏജൻസികളാണെങ്കിലും ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ വിക്ഷേപണങ്ങളിൽ ഇത്തരത്തിൽ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതാണ് അവരുടെ രീതി. അതേ രീതിയിലേക്ക് ഇന്ത്യയും പോകുന്നു. ഇനി മുതലും അങ്ങോട്ട് ഇത്തരം വിക്ഷേപണങ്ങളിൽ, തന്ത്രപ്രധാനമായ ഇത്തരം ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണങ്ങളിൽ ഇതുതന്നെയാവും രീതി. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉപഗ്രഹത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനങ്ങളെ പറ്റി, അതിന്റെ സാങ്കേതിക വിദ്യയെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിടുകയില്ല. അത് സുരക്ഷാ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ഇന്ത്യയുടെ അന്തർവാഹിനികളടക്കം അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം, ഒപ്പം കര, നാവിക, വ്യോമസേനകളുടെ ഈ സംയുക്തമായി ഈ സേനകളുടെ ആശയവിനിമയത്തിലൊക്കെയും നിർണായകമാകുന്ന ഒരു വിക്ഷേപണത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഏതായാലും കുതിച്ചു വരികയാണ് ആദ്യ ഘട്ടങ്ങൾ. അതിന്റെ ഘട്ടങ്ങൾ ഓരോന്നും മുന്നോട്ട് പോകുന്നു. ഇനി PLF സെപ്പറേഷൻ എന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ISROയിൽ ശാസ്ത്രജ്ഞരുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഓരോ ഘട്ടങ്ങളായി വിജയകരമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കയ്യടികളോടെ, ആത്മവിശ്വാസത്തോടുകൂടി, നിറഞ്ഞ ചിരികളോടുകൂടി അവിടുത്തെ ISROയിലെ വിദഗ്ധർ, ശാസ്ത്രജ്ഞർ അതിനെ വരവേൽക്കുന്നു. കാരണം കഴിഞ്ഞ 2 വിക്ഷേപണങ്ങൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. NVS-02 PSLV C-61 2 ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് പോയ 2 വിക്ഷേപണങ്ങൾ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ISRO. അതുകൊണ്ട് തന്നെ അഭിമാന ദൗത്യമായിരുന്നു ഇത്തവണത്തേത്. അതേതായാലും അതിന്റെ ലോഞ്ച് ഘട്ടം വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ ഉപഗ്രഹം ബഹിരാകാശത്ത് പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി നാവികസേനയ്ക്ക് വേണ്ടി മാത്രമായി, നാവികസേനയും ISROയും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ 2019 ഒപ്പിട്ട ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ CMS ദൗത്യം വന്നത്. അത് ആദ്യം പേര് നൽകിയിരുന്നത് GSAT-7R എന്നായിരുന്നു. അതിന് പിന്നീട് ISROയുടെ നാമകരണ രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്നപ്പോഴാണ് CMS-03 എന്ന പേര് നൽകുന്നത്. ഏതായാലും വളരെ വിജയകരമായി ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് CMS-03 കുതിക്കുകയാണ്. 4400 കിലോഗ്രാം എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന കാര്യം. അത്രയേറെ ഭാരമുള്ള 4000 കിലോയിലധികം ഭാരമുള്ള ഒരു ഉപഗ്രഹം പേലോഡുമായി ഇന്ത്യയിൽ നിന്ന് ഒരു ഉപഗ്രഹം നമ്മൾ അയക്കുന്നു. ഈ വിക്ഷേപണം ഇന്ത്യക്ക് നൽകുന്ന കരുത്ത് അല്ലെങ്കിൽ ആത്മവിശ്വാസം അത് ചെറുതാവില്ല. കാരണം നമ്മൾ ഭാവിയിൽ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു സ്പേസ് സ്റ്റേഷൻ എന്നത് ഇന്ത്യയുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നങ്ങളിലേക്കൊക്കെ ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി, കരുത്തോടുകൂടി നടന്നു ചെല്ലാൻ, അല്ലെങ്കിൽ ISROയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി പര്യവേഷണങ്ങൾ ഏകോപിപ്പിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയായിരിക്കും ഈ ദൗത്യത്തിന്റെ വിജയം. അതുകൊണ്ട് തന്നെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 LVM-3 എന്ന ഏറ്റവും കരുത്തിറ്റ വാഹനത്തെ തന്നെയാണ്, റോക്കറ്റിനെ തന്നെയാണ് ഉപയോഗിച്ചത്. മുമ്പ് ചന്ദ്രയാൻ 3 ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കിയ LVM-3 ആണ്. ഇത് നമ്മൾ ഓരോ സെപ്പറേഷൻ ഘട്ടങ്ങളും കാണുന്നുണ്ട്. റോക്കറ്റ് ഭാഗങ്ങളുടെ C-25 ഇഗ്നിഷൻ, അതിന്റെ അടുത്ത ഘട്ടം കൂടി വളരെ വിജയകരമായി പൂർത്തിയാക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ സൈനിക മേഖലയിൽ, പ്രത്യേകിച്ച് നാവികസേനയ്ക്ക് കരുത്തും മുതൽക്കൂട്ടുമാകാൻ പോകുന്ന ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയിൽ, അതിർത്തിയിൽ, ഇന്ത്യൻ സമുദ്രത്തിന്റെ അതിർത്തികളിൽ നമുക്ക് നിർണായകമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതികവിദ്യയും ആശയവിനിമയം സാധ്യമാക്കുന്ന തരത്തിലേക്കായിരിക്കും CMS-3യുടെ പ്രവർത്തനം ഇനി ഉണ്ടാവുക. അങ്ങനെ CMS-3 ബഹിരാകാശത്തേക്ക് അതിന്റെ ജിയോസിൻക്രണൈസ് ട്രാൻസിറ്റ് ഓർബിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.